ഇവിടെ നമ്മുടെ പണ്ടത്തെ ഒരു ചെറിയ കുട്ടി വീടുണ്ടായിരുന്നു. അവിടെ തന്നെയായിരുന്നു ഞാൻ ജനിച്ചു വളർന്നതൊക്കെ. സേവിങ്സ് എന്റേത് മാത്രമാണ്. നമ്മുടെ എല്ലാവരുടെ ആഗ്രഹം ഒരു വീട് വെച്ച് താമസിക്കാന്നുണ്ട് ലൈഫിൽ എല്ലാവരുടെ ആഗ്രഹം. ഇതിനൊരു സമയമുണ്ടല്ലോ, ഇതുപോലെ അതും നടക്കും. തീർച്ചയായിട്ടും ആ ഒരു ബഡ്ജറ്റ് തോന്നുന്നുണ്ട്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട്. നമ്മൾ സാധാരണക്കാർക്ക് അങ്ങനെ വീട് മതിയല്ലോ. എന്തിനാ തീർച്ചയായിട്ടും ഒറ്റയ്ക്ക് വെച്ചാണോ? ഒറ്റയ്ക്ക് വെച്ചാൽ എന്റെ അമ്മയൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ ഒറ്റയ്ക്ക് മീൻസ് സേവിങ്സ് എന്റേത് മാത്രമാണ്. അങ്ങനെയാണ് നമ്മളുടെ വലിയൊരു ആഗ്രഹം. ഇവിടെ നമ്മുടെ പണ്ടത്തെ ഒരു ചെറിയ കുട്ടി വീടുണ്ടായിരുന്നു. അത് മാറ്റി ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. ഇവിടെ തന്നെയായിരുന്നു ഞാൻ ജനിച്ചു വളർന്നതൊക്കെ. ഞാൻ വെറുതെ മാമ ഇതാ വരുന്നു. ഇത് എത്ര കാലത്തെ ആഗ്രഹം? ഇത് വളരെ ചെറിയ നാള് മുതലേ ആഗ്രഹം കൊണ്ടുവച്ചൊരു വീടാണ്. പക്ഷെ ഇപ്പോഴാണ് അതിന് സമയം കിട്ടിയത്. സെറ്റിൽഡ് ആയോ? സെറ്റിൽഡ് ആയോന്നോ? സെറ്റിൽഡ് ആയെന്ന് ചോദിച്ചാൽ ഒരു ഓൾമോസ്റ്റ് സെറ്റിൽഡ് ആയെന്ന് പറയാം. നമ്മുടെ എല്ലാവരുടെ ആഗ്രഹം ഒരു വീട് വെച്ച് താമസിക്കാന്നുണ്ട് ലൈഫിൽ എല്ലാവരുടെ ആഗ്രഹം. കാർ അങ്ങനെ അത്യാവശ്യമാണെന്ന് ഞാൻ പറയത്തില്ല, പക്ഷെ ഒരു വീട് നമുക്ക് അത്യാവശ്യമാണ്. ദൈവം എനിക്കിത് രണ്ടും തന്നു. എന്തോ ഇവിടെ നിങ്ങൾക്ക് വരാനായിട്ട് ഇത് കുറച്ച് ദൂരെയാണ്, പക്ഷെ എനിക്ക് എൻ്റെ നാട്ടിൽ തന്നെ നിൽക്കണമെന്ന് ഭയങ്കര ആഗ്രഹം, വെക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു വീട്. അങ്ങനെ വെച്ചതാണ്. ഈ ആഗ്രഹം കൊണ്ട് വെച്ചാൽ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർ കൂടുതലും ഈ എറണാകുളമൊക്കെ അല്ലേ പ്രിഫർ ചെയ്യുക ഈ വീടൊക്കെ വെക്കാൻ? ഞാൻ എന്തായാലും ഒരിക്കലും എറണാകുളത്തൊന്നും സെറ്റിൽഡ് ആവാൻ ആഗ്രഹിക്കുന്ന ആളല്ല. പിന്നെ ട്രിവാൻഡ്രത്താണ് ഓൾമോസ്റ്റ് ഞാൻ നിൽക്കുന്നത്. പക്ഷെ എൻ്റെ നാട്ടിൽ എനിക്ക് സ്വന്തമായിട്ടൊരു വീട് വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ ഇവിടെ ആയിരുന്നു അമ്മയുടെ സ്ഥലം ഉണ്ടായിരുന്നത്. അപ്പൊ ഇവിടെ തന്നെ വെക്കണമെന്നായിരുന്നു ആഗ്രഹം. പുതിയ വീടൊക്കെ ഇല്ല, ഒരിക്കലില്ല. അതൊന്നും അതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നതേ ഇല്ല. എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ, ഇതുപോലെ അതും നടക്കുവാണെങ്കിൽ നടക്കുമായിരിക്കും. ആര് ഞാൻ പോയി റെഡി ആയിട്ട് വരാം. നിങ്ങൾ ചായ ഒക്കെ കുടിച്ച് റെസ്റ്റ് ചെയ്തെടുക്കുക ഗൈസ്. ഉടിയപ്പം വേണോ? പ്രസാദ കഴിക്കുന്നുണ്ടോ? മതിയോ? അപ്പൊ നിങ്ങൾ ഇവിടെ നിന്ന് വെയിലത്ത് ഇരിക്കരുത്, മാറി ഇന്ന് ഇരിക്കട്ടെ. ഇപ്പൊ നമ്മുടെ പറഞ്ഞ രീതിയിലുള്ള ഒരു പ്ലാൻ വരച്ച് അങ്ങനെ ഉണ്ടാക്കിയതാണോ അതോ നമ്മുടെ പ്ലാൻ അനുസരിച്ച്? കാരണം എന്ന് വെച്ചാല് നമ്മുടെ സ്ഥലത്തിന് വീതിയില്ല, നീളമാണ്. അപ്പൊ ആ നീളത്തിനനുസരിച്ച് വെക്കണം. അപ്പൊ അതിൻ്റെതായിട്ടുള്ള കുറെ പ്രശ്നങ്ങൾ നമുക്ക് ആദ്യം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ മനസ്സിലൊരു വീടെന്ന് പറഞ്ഞത് ഇച്ചിരി സ്പേസ് ഒക്കെ ആയിട്ട് അങ്ങനെയുള്ള ഒരു വീടായിരുന്നു. പക്ഷെ നമുക്ക് ഇവിടെ അത് പറ്റാത്തതിനാൽ പിന്നെ ആ പ്ലാനൊക്കെ നമ്മൾ മാറ്റി. എന്നാലും നമ്മുടെ സ്വപ്നം പോലൊരു വീടാണ്. എത്ര റൂം ഉണ്ട് ഇതില്? ഇത് 3 ബെഡ്റൂം, ഒരു ചെറിയൊരു ഹാള്, ഒരു ചെറിയൊരു കിച്ചൺ, ഒരു വർക്ക് ഏരിയ. പിന്നെ നമുക്ക് ഒരു കാർ ഷെഡ് പോലെ കെട്ടിയിട്ടില്ല, അതും ചെയ്യണം. ഇനി പണിയുണ്ട്, കുറച്ചുകൂടി ബാലൻസ് പണിയുണ്ട്. ഇതിപ്പോ ആഗ്രഹത്തിന്റെ മുകളിൽ വെച്ചാറില്ലേ? അപ്പൊ നമ്മൾ ഇനി പറഞ്ഞ പോലെ എറണാകുളത്ത് ഒരു വീട് വെക്കുവോ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് മേടിക്കുവോ? എറണാകുളത്തൊന്നുമില്ല. എനിക്ക് ആ ട്രിവാൻഡ്രത്തിന് എപ്പോഴെങ്കിലും, അപ്പൊ നമ്മൾ ഒരുപാടൊന്നും ആഗ്രഹിക്കാൻ പാടില്ലല്ലോ, പക്ഷെ ട്രിവാൻഡ്രത്ത് എപ്പോഴെങ്കിലും ഒരു വീട് സ്വന്തമാക്കണമെന്നുണ്ട്. ഇനി എന്റെ ബ്രദർ ഉണ്ടല്ലോ, അവന് വേണമെന്നുണ്ടെങ്കിൽ അവിടെ ആകാം. പക്ഷെ അവൻ വരാത്തതിൽ അവൻ ജർമ്മനിയിലാണ്, അവൻ വന്നിട്ടില്ല. അവന് വേണ്ടി ഇനി ട്രിവാൻഡ്രത്ത് ദൈവം നമുക്ക് അങ്ങനത്തെ ഉണ്ടെന്നുണ്ടെങ്കിൽ വെക്കട്ടെ. അപ്പൊ ഞാൻ പോയി റെഡി. ഫിനാൻഷ്യലി സെറ്റിൽഡ് ആയിട്ട് മതി കല്യാണം എന്ന് വിചാരിച്ചിട്ടാണോ ഇത്രയും കാലം കെട്ടാൻ? ഈ ഫിനാൻഷ്യലി സെറ്റിൽഡ് ആയിട്ട് മതി ബാക്കി കാര്യങ്ങളെന്നൊക്കെ വെച്ചിട്ടാണ് ഇതുവരെ കല്യാണം കഴിക്കാണ്ടിരുന്നത്? ഇതിനെ കുറിച്ച് എന്ത് മറുപടി പറയാ? നീ കല്യാണം കഴിച്ചോ? നീ കല്യാണം കഴിച്ചോ? നല്ലൊരു പെണ്ണിനെ കിട്ടാല്ല. അതുകൊണ്ടാണോ നീ കല്യാണം കഴിക്കാത്തത്? നല്ലൊരു പെണ്ണിനെ കിട്ടി നീ ഇപ്പൊ കല്യാണം കഴിക്കോ? അതെന്താ? ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ല. ഓരോരുത്തർക്കും ഒരു ഇതുണ്ടാവുമല്ലോ. ഫിനാൻഷ്യൽ സെറ്റിൽമെന്റിനേക്കാൾ ഉപരി എന്താ പറയാ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് എല്ലാം വേണം, പക്ഷെ ഒരു വീടാണ് ആദ്യം വേണ്ടത്. ആരും നമ്മളെ ഇറക്കി വിടരുത്. നീ പോ, അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും പുറത്ത് കിടക്കാൻ ഒരു അവസ്ഥ ഉണ്ടാവരുത്. സോ നമുക്ക് ഒരു വീട്, അത് ചെറുതാണെങ്കിൽ നമ്മുടെ എല്ലാവരുടെ സ്വപ്നമാണ്. അപ്പൊ ആദ്യം വീടായിട്ട് വേണം ബാക്കി എന്ത് നമുക്ക് നേടാൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. ആൾക്കാരിനെ എന്തൊക്കെ പറയോ? ഞങ്ങളെ കാണാന്നുണ്ടെങ്കിൽ വിഷമിച്ചിരിക്കായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ കയറാൻ പോയണ പാലിയാഴ്ച കഴിഞ്ഞ്
ആദ്യമായിട്ടാ വരുന്നത് ഇങ്ങോട്ട്. ഇത്രയും താഴേക്കായിരുന്നു. എന്റെ പേരെന്താ? ഓറിയോ ബിസ്ക്കറ്റ് പറഞ്ഞു. ഓറിയോ